മറാഠ സംവരണ ബിൽ മഹാരാഷ്ട്ര നിയമസഭ പാസാക്കി. വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ജോലികളിലും മറാഠകൾക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഏകകണ്ഠമായിട്ടാണ് ബിൽ പാസാക്കിയത്. ബിനിൽ പോത്തൻ ബാബു വിവരങ്ങളുമായി. ബിനിൽ, മറാഠ സംവരണ ബിൽ എന്ന ആവശ്യം അതിശക്തമായി ഉന്നയിക്കപ്പെട്ട ഒന്നായിരുന്നു. ഇപ്പോൾ ബിൽ മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, പതിറ്റാണ്ടുകളായിട്ടുള്ള മറാഠ സമുദായത്തിന്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയിരിക്കുന്ന ഈ മഹാരാഷ്ട്ര സ്പെഷ്യൽ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ് ബിൽ എന്ന് പറയുന്ന 2024 ഈ ബിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അസംബ്ലി സെഷൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ് മഹാരാഷ്ട്ര നിയമസഭ ഇത് ഏകകണ്ഠമായി പാസാക്കിയിരിക്കുന്നത്. മുഴുവൻ അംഗങ്ങളും, നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും ബില്ലിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്നു. മനോജ് ജാരംഗെ പാട്ടീൽ എന്ന് പറയുന്ന മറാഠ സംവരണ പ്രക്ഷോഭ നായകൻ കാലങ്ങളായി നിരാഹാര സമരത്തിലായിരുന്നു. അതാണ് വീണ്ടും മറാഠ സംവരണ ബില്ല് സർക്കാർ ഇത്ര പെട്ടെന്ന് പാസാക്കാനുള്ള ഒരു കാരണം. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ആകെയുള്ള ജനസംഖ്യയുടെ 28% വരുന്നത് മറാഠകളാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു സമുദായ വിഭാഗം എന്നുള്ളതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ മുന്നണികളെയും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മറാഠ സംവരണ ബിൽ പാസാക്കുക എന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇപ്പോൾ മറാഠ സംവരണ ബിൽ പാസാക്കുന്ന ഒരു നടപടിയിലേക്ക് മഹാരാഷ്ട്ര നിയമസഭ കടന്നിരിക്കുന്നത്. എന്തായാലും മറാഠകളുടെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നത് BJP ശിവസേന സർക്കാർ എന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ഏകനാഥ് ഷിൻഡെ ഇതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അതിനുശേഷം ശിവസേന, NCP അതോടൊപ്പം തന്നെ കോൺഗ്രസ് ചേർന്നിട്ടുള്ള മഹാവികാസ് അഘാടി സർക്കാരിൻ്റെ കാലത്തും ബില്ല് പാസ്സാക്കാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് പാസ്സാക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഉദ്ധവ് താക്കറെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയമായ അവകാശവാദങ്ങൾ നിൽക്കുമ്പോൾ പോലും ഏതാണ്ട് 10 കോടിയിലധികം ആളുകളെ സംബന്ധിച്ച് നേരിട്ട് 8.2 കോടിയിലധികം ആളുകളെ സംബന്ധിച്ച് നേരിട്ട് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മൈനോറിറ്റി കമ്മീഷൻ, ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്യുകയും പിന്നീട് വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമസഭ പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. ബിനിൽ പോത്തൻ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.